കേട്ടോളൂ, ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. ആ ബോംബ് അത്ര നിസ്സാരമല്ല. കേട്ടോ, സംഭവം ലീക്കായെന്നാണ് തോന്നുന്നത്. Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. ഒരു സംശയമില്ല. He's saying it. അത് പിന്നെ അമ്മാവ, ഞാനൊരു കാഷ്വൽ ടാക്കിൽ വെറുതെ കിടന്ന് ഉരുളാദാശനെ. He knows it. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. And we've proved it. അല്ല, നാം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക്, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ഓക്കെ? And we've proved it. Do you have any doubts? ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഈ പാതിരക്ക് ഏത് തെണ്ടിയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നത്? Who is this lady? How old is she? Which state does she come from? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. You're absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല. And she votes in 10 different booths in Haryana. എല്ലാം പോളയാണ്. എവരിതിങ് എംപ്റ്റി. She's a Brazilian model. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ വേണം. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ. വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയം എന്നാണ് മോഡൽ ലാരിസ പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? Gente, que eu tava vocês fofoca, eu ri demais. Não, vou contar fofoca. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഹരിയാനയിൽ ആകെപ്പാടെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2 കോടിയാണ്. ആ 2 കോടിയിൽ 25 ലക്ഷം എന്ന് പറയുമ്പോൾ 8ൽ ഒരാൾ ഒരു വ്യാജ വോട്ടറായിരുന്നു എന്നാണ്. ആ അർത്ഥത്തിൽ വലിയ മാനിപ്പുലേഷൻ നടത്തിയാണ് അവിടെ സർക്കാർ BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല, അനുഭവിച്ചോ? അതിനൊത്തു കളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വലിയ ആരോപണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? ഇങ്ങനെയല്ല ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. ചെറിയൊരു ആരോപണമല്ലെന്നേ. എല്ലാവരും കൂടി ഒത്തുകളിക്കായിരിക്കും അല്ലേ? അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ട്ണർമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ദേ ആർ ഇൻ പാർട്ട്ണർഷിപ്പ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ലെജിറ്റിമേറ്റ് അല്ലാത്തൊരു സർക്കാരാണ് ഹരിയാനയിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നു. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. ഇനി എല്ലാവരും പൊക്കോളൂ, ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം.